ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഡേ 2 ഇൻ സിംഗപ്പൂർ. ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ ഗാർഡൻസ് ബൈ ദ ബേ കാണാനാണ് പോണത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒന്നിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. വിമലാൻ്റെ ചോറൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഫുൾ ഫുഡിങ് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴേക്കിനും എന്തായാലും ഒന്നും കൂടെ എടുത്ത് അടിക്കും. ഹോംലി ഫുഡായ കാരണം നല്ലോണം അങ്ങോട്ട് കഴിക്കും ഞങ്ങളെ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ റൂം. ഈ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് ചന്താന്നാ പറയുക. രാത്രി ഞങ്ങൾ ഈ കർട്ടനൊക്കെ പൊക്കിയിട്ടാണ് കിടക്കൽ. കാരണം ഈ ഫ്ലാറ്റിൽ നിന്നൊക്കെ നല്ല രസമാണ് രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണാൻ. അപ്പോഴേക്കും എന്താ ഞങ്ങളുടെ ലഞ്ച് റെഡിയായി. നല്ല ചോറും സാമ്പാറും കിളിമീനും മട്ടനൊക്കെ ഉണ്ട്. ഇതൊക്കെ പാടങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ കിടക്കാനാട്ടോ തോന്നുക. കിടന്നു കഴിഞ്ഞാൽ സ്ഥലം കാണൽ നടക്കില്ല. ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡി ആവാൻ പോവുക. ഇന്നത്തെ കോസ്റ്റ്യൂം ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റിന്റെ താഴെ തന്നെ നമുക്ക് ബസ് ഉണ്ടായി. ഇന്ന് ഞങ്ങളുടെ കൂടെ പ്രീതി ചേച്ചിയും വന്നു. ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ പണ്ട് ഞങ്ങൾ വന്നതൊക്കെ എനിക്ക് നല്ലോണം ഓർമ്മ വന്നു കേട്ടോ. സോ ഫൈനലി ഞങ്ങൾ ഇവിടെ ഗാർഡൻസ് ബൈ ദ ബേയിൽ എത്തി. നമ്മൾ ബ്ലൂ ആൻഡ് ബ്ലൂ ഒക്കെ ഇട്ടിട്ട് മാച്ച്. സിംഗപ്പൂർ കോഴിയൊക്കെ ഗൈസ് എന്താല്ലേ. കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയി ട്രാമിൽ കയറിട്ടോ. ആദ്യം ഈ ഫ്ലവർ ഡോം കാണാനാണ് കേട്ടോ പോണത്. ഫുൾ തണുപ്പ്, ഒന്നും പറയാനില്ല. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഫുൾ AC തന്നെയാണ്. ഇപ്പം ഇവിടെ സിംഗപ്പൂർ നാഷണൽ ഡേ അടുപ്പിച്ചിട്ട് ഇവിടെ ഫുൾ ഓർക്കിഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ എക്സിബിഷൻ ആയിരുന്നു കേട്ടോ. ഇവരിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചത് സത്യം പറഞ്ഞാൽ നല്ല പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ വേറെ ഏതൊക്കെയോ ഒരു ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ പോയ പോലത്തെയൊക്കെ ഫീലായിരുന്നു. അത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫൈനലി നമ്മൾ ജുറാസിക് വേൾഡിലാണ് ഇപ്പോൾ. ഇതൊക്കെ നേരിട്ട് കാണാൻ ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. ആ ഒരു കാർട്ടൂണിലും ഫിലിമിലൊക്കെ കാണുന്ന അതേപോലത്തെ ഫീൽ തന്നെ. ഫുൾ മിസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ. എല്ലായിടത്തും കുറേ ഡൈനോകൾ ഉണ്ട് കേട്ടോ. ഇവിടെ വേറൊരു കൊമ്പി ഡേഞ്ചർ അത്ര. ഓ കുറേ സ്ഥലങ്ങൾ കണ്ടൂല്ലേ ഇന്ന്. അടുത്തത് സൂപ്പർ ട്രീസിൻ്റെ ലേസർ ഷോ കാണാനാണ് ഞങ്ങൾ പോയത്. ഇവിടെ അപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട്. രാത്രി 7:45 സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം സമയം 7:30 ആയിട്ടുണ്ട്. ഇരുട്ടായി വരുന്നേ ഉള്ളൂ ഇവിടേക്ക്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഷീറ്റൊക്കെ കൊടുന്നിരുന്നു. എന്നിട്ട് അതൊക്കെ വിരിച്ച് കഴിയുമ്പോൾ കയറിയിരുന്നു. സീറ്റ് പിടിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ ഫുൾ ഓട്ടത്തിലാണ് കേട്ടോ ഇവിടെ. So pick a spot, grab your cameras and enjoy the show. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ വീട്ടിലെത്തി. നല്ല കൊത്തുപൊറാട്ട പ്ലസ് മട്ടനൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ്. നെക്സ്റ്റ് ഡേ പോയതും കൂടെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ എത്തി ഞങ്ങൾ. ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. എവിടെ എത്തി സുഖി നമ്മൾ? യൂണിവേഴ്സൽ സ്റ്റുഡിയോ. നല്ല ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. അതെ, എൻ്റെ ഓൾറെഡി വന്നതാണ്. പക്ഷെ വന്നിട്ടും ഞാൻ വീണ്ടും വരണം എന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ലെറ്റ് സീ എങ്ങനെയാവും. എന്താന്നാ പറയുക, ശരിക്കൊരു വണ്ടർലാൻഡോ ഒന്നും പറയാനില്ല ഗൈസ്. അത്രയും മുറ്റേ ലൈറ്റ് ക്യാമറ ആക്ഷൻ ഷോ ആണ് കേട്ടോ ഇത്.
നമ്മൾ ലിവിങ് ഇൻ കാർട്ടൂൺ നെറ്റ്വർക്ക് ചാനൽ പോലെ അല്ലേ? ഹലോ, റിയലി അമേസിംഗ്. അമ്പോ എന്താ ഗൈസ്, ചൂട് വയ്യാട്ടോ. ചിറിളിഞ്ഞ് കറുത്ത് കരുവാളിച്ച് വരും ഇപ്പോ. ചിറിളിയണ വെയിലാണ്. ട്രാൻസ്ഫോമേഴ്സ് കാണാൻ പോകട്ടെ. ഞങ്ങള് ഓടിപ്പോന്നു. എന്താ ഞങ്ങള് കേറിട്ടോ. ഇതിലൊക്കെ കേറി, പക്ഷെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ശരിക്കും വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. വിഷ്ണുവേട്ടൻ ഒരേ നിർബന്ധം മമ്മിയിൽ കയറണമെന്ന്. എന്നാ കമ്പട് തീർത്തു കൊടുക്കുക വിചാരിച്ചു. ഹൈ സ്പീഡ് റോളർ കോസ്റ്ററാണ് കേട്ടോ ഇത്. അതും പെട്ടെന്ന് നമ്മളെ ബാക്കിലേക്ക് എക്സ്ട്രീം സ്പീഡിലൊക്കെ പോവും. ഞാൻ പണ്ട് പോയി പേടിച്ചതാ. എന്താവുന്നാവോ. കൂടുതലും ഈ റോളർ കോസ്റ്റർ ടൈപ്പ് ആയ കാരണം നമുക്ക് അതിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടല്ലോ ശരിക്കും നമ്മൾ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയും വൈബായിരുന്നു. ഫുഡ് കഴിക്കാനുള്ള തിരക്കാണ് കേട്ടോ ഇത്. എങ്ങനെയൊക്കെയോ കുറച്ച് സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഗംഭീര തീറ്റ കഴിഞ്ഞ് നിൽക്കുക കേട്ടോ ഞങ്ങള്. ആ ശരിക്കും കാർട്ടൂണിക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്ന പോലെ അല്ലേ. We are entering to Jurassic Park. നല്ല ക്യൂ ടൈം ഉണ്ട് എന്നാണ്. ഐ മീൻ ക്യൂ കുറേ നേരം ഉണ്ടെന്നാണ് കേട്ടത്. നോക്കാം എന്തായാലും. ഈ ചൂടൊക്കെ റെയിൻകോട്ട് ഇട്ട് ഞങ്ങൾ ഇങ്ങടാന്നറിയോ? ഇതാ ഈ കാണുന്ന റൈഡിലാണ് ഇനി ഞങ്ങൾ പോകാൻ പോണത്. ലെറ്റ്സ് സീ എങ്ങനെയാവുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നനഞ്ഞ് കുതിർന്ന് ഞങ്ങളൊക്കെ. ഞാൻ വാങ്ങിക്കൊടുത്ത ഷൂ ഒക്കെ നശിപ്പിച്ച് നാസാക്കിയില്ലേ. ഇപ്പൊ ഇവിടുത്തെ 5:30 ഈ കാണുന്ന വലിയ റോളർ കോസ്റ്റർ ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും ഞങ്ങൾ കവർ ചെയ്തു കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോയോക്കാം. ഒരു സൈഡ് ഫുൾ ഹെവി റൈഡുകളാണെങ്കിൽ ഇവിടെ ശരിക്കും ഒരു ഡിസ്നി വേൾഡ് പോലെയാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങുകൾ കാണുമ്പോൾ തന്നെ എന്താന്നാ പറയാ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ തോന്നില്ല നമുക്ക്. ഇവിടെ ഫുൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഡ്രസ്സപ്പ് ചെയ്തിട്ടൊക്കെ വരും കേട്ടോ. ഇവിടെയൊക്കെ താമസിക്കാൻ തോന്നും. അമ്മാതിരി മുറ്റി സ്ഥലം. ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ തന്നെ നമ്മളുടെ ഏജൊക്കെ മറന്ന് ആ ഒരു ചൈൽഡ്ഹുഡിലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അത്രയ്ക്കും എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇവിടെ ഉണ്ട്. ഈ ഒരു ഫുൾ ഡേ പോയത് തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഫുള്ള് ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ അങ്ങോട്ട് ചെലവഴിച്ചു കേട്ടോ. ഒന്നും പറയല്ല, അത്ര എൻജോയ് ചെയ്തു. വേറൊരു സ്ഥലത്തേക്ക് എത്തിയ പോലെ അല്ലേ. ഇഷ്ടപ്പെട്ടോ? പച്ചനോരൊക്കെ വരണം കേട്ടോ. അത്രയും കാണാനും എൻജോയ് ചെയ്യാനുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് അത്രയും ചൂടും ടാൻ അടിച്ചിട്ട് പോലും ഞങ്ങൾ അത്ര മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ ഇവിടെ.